ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളും ഇവിടെ സുഖമായിട്ട് റാഹത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിപ്പോൾ ഞാൻ കുറേ ആയി ഒരു വ്ളോഗോ അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫോ ഒന്നും ചെയ്യാത്തത് കുറേ നാളായിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചയായി ഞാൻ റെസിപ്പി വീഡിയോ മാത്രമായിട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വ്ളോഗൊന്നും ഷൂട്ട് ചെയ്യാത്തത്. എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഞാൻ പൊതുവെ വ്ളോഗിൽ ഷൂട്ട് ചെയ്യും. അപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വ്ളോഗൊന്നും ഷൂട്ട് ചെയ്യാത്തത്, റെസിപ്പി വീഡിയോ മാത്രം ചെയ്യുന്നത്. അപ്പം എല്ലാവരും വീഡിയോ എല്ലാം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത്. അപ്പം പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായിട്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് നാട്ടിലുണ്ടാവുമ്പോഴാണ് കേട്ടോ. അപ്പം ഞാൻ നാട്ടിൽ വന്നിട്ട് 2-3 ദിവസം ഉണ്ടായിന്. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. വേറെ അല്ല, ജസ്റ്റ് ഒന്ന് ട്രിവാൻഡ്രം ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പോകുമ്പം ഇക്കാൻ്റെ ചെങ്ങായിൻ്റെ ഓളവും കൂടി ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. അപ്പം നമ്മൾ 4 ആളാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. ഇത്താത്താവും ഇത്താത്താരെ ഹസ്ബൻഡും മക്കളും നമ്മളെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിന്. നമ്മളവിടെ ആക്കിയിട്ട് അവർ തിരിച്ചു പോകും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. थोड़ी ही देर में प्लेटफॉर्म क्रमांक 1 पर आएगी. For the kind attention of passengers, train number 1665 അങ്ങനെ ഇതാ ട്രെയിൻ എത്തിയിട്ടുണ്ട്. നമ്മൾ വൈകുന്നേരം 7 മണിക്കത്തെ ട്രെയിനാണ് കേട്ടോ പോകുന്നത്. രാവിലെ 5-6 മണിയാകുമ്പം ട്രിവാൻഡ്രം എത്തും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ ഇതാ വണ്ടിയിൽ കയറിയതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. രാത്രിയല്ലേ, കിടന്നുറങ്ങേണ്ട സമയമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ ഇതാ പിന്നെ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് രാവിലെയാണ് കേട്ടോ. അപ്പം രാവിലെ 6 മണി ആ ഒരു ടൈമിൽ നമ്മൾ ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ടായിന്. അവിടെ ജസ്റ്റ് ഒരു റൂം എടുത്തതിന് ശേഷം നമ്മൾ ഇതാ കുളിച്ച് ഫ്രഷായി എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു 8-8:30 മണി ആവുന്ന ആ സമയത്ത് തന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ വന്നിട്ട് നമ്മൾ നേരെ ഓട്ടോയിലാണ് കേട്ടോ നമ്മൾ ഫുള്ളൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ ഇതാ ഓട്ടോയിൽ കയറിയിട്ടുണ്ടായിന്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായത് ഭീമപ്പള്ളിയിലാണ് കേട്ടോ. അപ്പം ഏതായാലും ഏത് സ്ഥലത്താണെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഓപ്പൺ ആവും, അങ്ങനെയെല്ലാം ചെയ്യും. അപ്പോൾ ഭീമപ്പള്ളിയിൽ പിന്നെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഭീമപ്പള്ളിയിലേക്കാണ് പോയിട്ടുണ്ടായത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ എന്താ പറയുക ഡബിൾ ഡെക്കർ ബസ് ഉണ്ടല്ലോ, അതിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ അവിടെ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം 7 മണിക്കാണ് കേട്ടോ ബസ് ഉണ്ടായത്. അങ്ങനെ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം നേരെ ഭീമപ്പള്ളിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രിവാൻഡ്രം വന്നിട്ടുണ്ടായത്. ഇത്ര ലോങ് വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ്. ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രം ഒന്ന് കാണുന്നത് തന്നെ. അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. പിന്നെ കുറേ നാളായി ഒന്ന് ട്രിവാൻഡ്രം പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ വെച്ചാൽ എനിക്കൊന്ന് കുറേ ആയി, 1 മാസത്തോളമായി പോകണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. പക്ഷേ ട്രെയിനിന് ടിക്കറ്റ് കിട്ടാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വൈകിയത്. അങ്ങനെ ഇതാ നമ്മൾ നേരെ പള്ളിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, അത് മോശമല്ലേ. അതുകൊണ്ട് ഞാൻ പള്ളിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അവിടുന്ന് ഓതും ഇതാക്കെല്ലാം ചെയ്തതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കുറച്ച് സമയം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം തിരിച്ച് നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് പോകലാണ് കേട്ടോ. എനിക്കൊന്ന് ഈ രാവിലെ ആ ഒരു 9-10 മണി ആ ടൈമിൽ തന്നെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ പുറത്ത്. മാത്രമല്ല നല്ല ചൂടും ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ നേരെ വന്നിട്ടുള്ളത് ഒരു ബോട്ട് സർവീസിലേക്കാണ് കേട്ടോ. എൻ്റെ പേരെന്ത് നമുക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ ഇതാണ്ട ഇവർ ബോട്ടിൽ ഇങ്ങനെ 1.5 മണിക്കൂർ 1 മണിക്കൂർ ബോട്ട് സർവീസ്. അപ്പം ഈ കാർഡിൽ കാണിച്ചു തരുന്ന സംഭവങ്ങളെല്ലാം കാണിച്ചു തരാം അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായത്. അങ്ങനെ ഇതാ
നമ്മൾ ബോട്ടിൽ നമ്മൾ 4 ആൾ കയറാൻ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു ബോട്ടിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. ശരിക്കും 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ അങ്ങനെയാണ് കേട്ടോ ഉണ്ടായത്. അപ്പം നമ്മൾ 1.5 മണിക്കൂറിലെ ആ ഒരു ടൈമാണ് എടുത്തിട്ടുണ്ടായത്. പിന്നെ വെള്ളത്തിൻ്റെ കളർ ഉണ്ടാവും ഒരുമാതിരി ഒരു ചെളിയും വെള്ളം പോലെ. നമുക്ക് ആദ്യം കണ്ടിട്ട് എന്തോ പോലെ ഉണ്ടായിന് കേട്ടോ. പിന്നെ അവർ പറഞ്ഞ് അത് സാധാ നല്ല ഗ്രീൻ ആയിട്ടുള്ള കളർ തന്നെയാണ് ഉണ്ടായാൽ, പക്ഷേ ഇന്നലെ മഴ പെയ്തുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ഇതെന്ന് വെച്ചാൽ ഒരു കാട്ടിലൂടെ എല്ലാം ഒരു പോകുന്നൊരു ഇതാണ് കേട്ടോ. മാഷാഅല്ലാ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വലിയ അവർ പറഞ്ഞ ഒരു ഫോട്ടോ കാണിച്ചിട്ടുള്ള സെറ്റപ്പ് ഒന്നും തോന്നിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. എന്നാലും 1.5 മണിക്കൂർ എന്നെല്ലാം പറയുമ്പോൾ കുറേ സമയമായിട്ട് ചെറുതായിട്ടൊന്ന് ബോറടിച്ചിട്ടുണ്ടായിന്. എങ്കിലും കുഴപ്പമില്ലായിരുന്നു. നല്ല കാട്ടിലൂടെ പോകുമ്പം ചെറിയൊരു തണുപ്പും ആ ഒരു പുറത്തത്തെ ആ വെയിലിനേക്കാളും കുറച്ചൊരു തണുപ്പെല്ലാം തോന്നിയിട്ടുണ്ടായിന്. അങ്ങനെ 1.5 മണിക്കൂർ നമ്മൾ ഫുൾ ടൈം ഈ ബോട്ടിലായിരുന്നു. ഇതിങ്ങനെ കുറച്ച് സമയം മുമ്പോട്ട് പോയിട്ട് ഒരു ദ്വീപിൽ കൊണ്ട് ഇറക്കുന്നതാണ് കേട്ടോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായത്. നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ദ്വീപിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ അവിടെ നമ്മളെ ബോട്ട് നിർത്തിത്തരും. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഇവിടെ കടലിൽ കളിക്കാനോ ചെയ്യാമെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും കയറിയിട്ടുണ്ടായിട്ടില്ല, പക്ഷേ ഈ കടൽ തീരത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ട് നല്ല ഇളനീർ വെള്ളവും പിന്നെ അവിടെ കുറച്ചുണ്ടായ അതെല്ലാം കഴിച്ചിട്ടുണ്ടായിന്. അപ്പം പെട്ടെന്ന് തന്നെ ഒരു 10-20 മിനിറ്റ് അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടിട്ടില്ല, അതെല്ലാം അവിടെ സ്റ്റേ ചെയ്യുന്ന റൂംസാണ് കേട്ടോ. നല്ല റേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് സ്റ്റേ ചെയ്യുന്ന റൂംസിനെല്ലാം. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. 1.5 മണിക്കൂറെന്ന് പറയുമ്പം അവസാനം നമുക്ക് കുറച്ച് ബോറടിച്ച് തുടങ്ങി കേട്ടോ. കാരണം കാട്ടിലൂടെ പോകുന്നതാണ്, പക്ഷെ കണ്ട കാര്യങ്ങൾ തന്നെ വീണ്ടും കാണുന്നില്ല ആ ഒരു ഫീലിങ്സ് ഉണ്ടായിന്. അങ്ങനെ ഇതാ നമ്മൾ 1.5 മണിക്കൂറിന് ശേഷം തിരിച്ചു വന്നിട്ടുണ്ടായിന് കേട്ടോ. ബോട്ട് സർവീസെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് നേരെ കോവളം ബീച്ചിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു എന്താ പേര് കേട്ട ഒരു അമ്പലത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പ്രതിമേൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കയറിക്കിട്ടുണ്ടായിന്. പക്ഷേ എന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായതുകൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ കോവളം ബീച്ചിലേക്ക് വന്നിട്ടുണ്ടായത്. പക്ഷേ എന്ന് വെച്ചാൽ ആ ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് നല്ല ചൂടായിരുന്നു കേട്ടോ. പിന്നെ വെച്ചാൽ വെള്ളത്തിൽ കളിക്കേണ്ട ആ ഒരു മൂഡൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഒന്നാമത് ഉച്ച, പിന്നെ നമ്മളെ ഡ്രസ്സെല്ലാം നനഞ്ഞിട്ടാകുമ്പം ഒരിതുണ്ടാവില്ലേ, അതുകൊണ്ട് വെള്ളത്തിൽ കീയാണ് നിന്നിട്ടില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ ഈ ചൂട് സമയത്ത് കടലിൽ ഇറങ്ങിയിട്ട് കുളിക്കുന്നുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇതേപോലെ കുറച്ച് സമയം ആടെ ഇതേപോലെ ഒന്ന് നോക്കിയിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നല്ല ഉച്ചയായതുകൊണ്ട് വെയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോയിട്ടുണ്ടായിന്. കാര്യമായിട്ട് അവിടെ ഒന്നും കാണാനൊന്നും ഉണ്ടായിട്ടില്ല, ജസ്റ്റ് ഒന്ന് പേരിൻ്റെ മാത്രം പോയിട്ട് വന്നിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ
ഇതാ ഒരു 2 മണിയായ സമയത്ത് നമ്മൾ നേരെ വന്നിട്ടുണ്ടായത് സൂയിലേക്കാണ് കേട്ടോ. അപ്പം ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പം ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ചോറെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. കാരണം നല്ല ആൾക്കാരും ഉണ്ടായിട്ടുണ്ടായിന്. നല്ല ഫുഡ് കിട്ടാം, നല്ല ഫുഡെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ ചോറെല്ലാം വേവിച്ചതിന് ശേഷം ഇതാ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഇതാ മൊത്തത്തിലൊന്ന് കറങ്ങിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വെച്ചാൽ മുമ്പത്തെ പോലെ ഇപ്പോൾ സൂവിലൊന്നും വലിയ കാണാനൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളെല്ലാം പൂട്ടിയിട്ടുണ്ടായിന്. കുറേ പക്ഷികളും മൃഗങ്ങളൊന്നും ഇല്ല കേട്ടോ. വലിയ കാണാൻ മാത്രമൊന്നുമില്ല, കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഇതാ അവിടുന്ന് കഴിഞ്ഞ് അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് നല്ല മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. അതുവരെ നല്ല വെയിലും ഇതെല്ലാം ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരെ റൂമെടുത്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ ഒരുപാട് നടന്നതുകൊണ്ട് നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയിട്ട് പിന്നെ വൈകുന്നേരം ബസ് സർവീസ് ഉണ്ടല്ലോ അതിന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൊരു റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ ഇതാണ് കേട്ടോ. പിന്നെ നമ്മൾ റൂമിൽ റെസ്റ്റ് എടുക്കുകയാണ് വൈകുന്നേരം വരെ ചെയ്തത്. അപ്പം വൈകുന്നേരത്തിന് ശേഷമുള്ള വിശേഷവും പിറ്റേ ദിവസമുള്ള വിശേഷവും ഞാൻ അടുത്ത വ്ളോഗായിട്ട് ചെയ്യാം. ഇതിൽ കുളിക്കാൻ നിന്നാൽ ഭയങ്കര ലെങ്തായിപ്പോവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. 2ാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, സി യു.